റാത്തല്ല നല്ല കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. ബാബുകാക്ക എന്താ പാട് സുഖമല്ല? കേരളത്തിൽ ഒരുപാട് വിവാദമുള്ള ആളുകളുണ്ട്. പക്ഷേ വളന്നൂർ പഞ്ചായത്ത്, പൊന്മുണ്ടം പഞ്ചായത്ത്, ചെറിയമുണ്ടം പഞ്ചായത്ത് ഇങ്ങനെ നമ്മളെ ചുറ്റുവട്ടത്തിലെ പഞ്ചായത്ത് നോക്കുമ്പോൾ എന്നും വിവാദത്തിലേക്കുന്ന ആളാണ് ബാബുകാക്ക. അത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിഭാഗത്തിൽ ഇതിൽ നിൽക്കൽ. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് സ്വന്തം വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് ഒരാളടുത്തേക്കും വിവാദത്തേക്ക് നോക്കില്ല. ഒരുപാട് റോഡ് നമുക്ക് സമ്മാനിച്ച്. അപ്പോൾ ഈ വർഷം 1-ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. എന്താ ജനങ്ങളോട് പറയാനുള്ളത്? ഇപ്പോൾ മിഞ്ഞാന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടിരുന്നത് എന്താ പറയുക, കുറച്ച് ദിവസം മുമ്പ് ഏതോ ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ കുത്തിപ്പൊക്കി ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിന് ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇതേപോലുള്ള അപവാദ പ്രയോഗങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് സ്ഥിരമാണ്. നമ്മൾ ഒരു സംഗതിക്ക് ഇടപെടുമ്പോഴാണല്ലോ അത് വിജയിപ്പിക്കണമല്ലോ. ഒരു നാടിന് വേണ്ടിയിട്ടാണ് നമ്മളെ ജീവിതം. അത് പിന്നെ വിദ്യാർത്ഥി രംഗത്ത്, യുവജന രംഗത്ത്, അങ്ങനെ വന്ന് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഇതേപോലെയുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ റോഡുകൾ നിർമ്മിക്കാനും അത് കോൺക്രീറ്റ് ചെയ്യുന്നതിനൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പരമാവധി ആളുകളെ കൂട്ടി യോജിപ്പിക്കാനും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നല്ല രൂപത്തിൽ നിർത്താനുമാണ് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്, സ്വാഭാവികമാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയി കാണുള്ളൂ. പക്ഷേ ഇതിപ്പോൾ അമീറിനെ 9 കൊല്ലമായിട്ട് ഞങ്ങളിപ്പോൾ നമ്മളിവിടുന്ന് റോഡ് വന്ന് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നടക്കാത്ത നമ്മുടെ പിന്നെ കുട്ടിയസം പഠിക്കുന്ന പാറപ്പുറം റോഡ് എത്ര വർഷമായിട്ട് അങ്ങനെ കിടക്കണം? 9 വർഷമായി. പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് ഒരു ഭാഗം ചെയ്ത് താഴത്തുനിന്നാണ് തുടങ്ങിയപ്പോൾ അതിനെ എതിർത്തു. പിന്നെ ഈ കോടതിയും കേസൊക്കെ പോയി. പിന്നെ നാട്ടുകാർക്കും പഞ്ചായത്തിനും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ വന്നപ്പോഴാണ് നമ്മളത് ഏറ്റെടുത്ത് ആ രൂപത്തിൽ ഇപ്പൊ നോക്കണേ എല്ലാം നല്ല സുന്ദരമായിട്ട് നടക്കുന്നത്. നിങ്ങൾ അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ പാറോട്ടക്കൽ റോഡ്, അതാണ് ഇതിന് മുമ്പുണ്ടായത്. ഒരു 10 വർഷം മുമ്പാണ് ഏകദേശം കഴിഞ്ഞ ബോർഡിന്റെ മുമ്പ്. 10 വർഷം മുന്നുള്ള വീഡിയോ ആണ് ഇപ്പൊ ശരിക്കും കുത്തിപ്പൊക്കിയിട്ട് വരുന്നത്. ആ റോഡ് കാണുമ്പോഴും അപ്പോഴും കേസും കൂട്ടാം. അതിനൊക്കെ എനിക്ക് കേസാണ് ഇപ്പോഴും അവര് എന്റെ പേര്. അല്ല, അന്നത്തെ വീഡിയോ നിങ്ങൾ പറയണ്ട. ആ കേസ് ഞാൻ പുഷ്പം പോലെ ഏറ്റെടുക്കും, കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയണ്ട. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കേസ് ആ രൂപത്തിൽ വന്നു. പിന്നെ ഇവർക്കിപ്പോൾ പാസ്പോർട്ടും കൂടി എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നെന്താ ക്രിമിനൽ കേസ് അടക്കാൻ അവർ കൊടുത്തൊരു പല രൂപത്തിലുള്ളത്. ഇതൊക്കെ നാടിന് വേണ്ടിയിട്ടാണ്. ജയിച്ച് നല്ലൊരു പ്രസിഡന്റായി വരട്ടെ എന്ന് ആശംസിക്കുന്നത്. ഞങ്ങൾ 1-ാം വാർഡിൽ തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയപ്പോൾ വികസനത്തിന് വേണ്ടിയിട്ട് തന്നെ വോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ്. പക്ഷേ നമുക്ക് പറയാല്ലേ, കുറേ കുപ്രചരണങ്ങൾ നടത്തിയിട്ട് വോട്ട് വാങ്ങാന്നല്ല ഞങ്ങളെ ലക്ഷ്യം. ഇപ്പോൾ എൻ്റെ പേര് തന്നെ ഫേസ്ബുക്ക് ഒരു വ്യാജ ID ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് PC എതിർ സ്ഥാനാർത്ഥിൻ്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് അതൊക്കെ വെച്ചാൽ തോൽവി ഉറപ്പിച്ചതാണ് അവർ. നമ്മൾ ജയിക്കുന്നുണ്ട്. അവർ തോൽവി മുന്നിൽ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരണം നടത്തുക. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് എതിർ സ്ഥാനാർത്ഥിൻ്റെ പോസ്റ്റുകൾ അതിലിടുക. ഞാൻ പോസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക. എനിക്കും എൻ്റെ പാർട്ടിക്കും എതിരാണെന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അല്ല, ബാബുവാക്കാനെ നാട്ടുകാർക്ക് മുഴുവൻ അറിഞ്ഞാണ്. പിന്നെ സ്ഥാനാർത്ഥിനെത്തിന് എൻ്റെ പാർട്ടിയാണ്. ഞാനും കൂടെ ഈ ഗബീർ ബാബുവിനെ. അപ്പൊ അങ്ങനത്തെ വലിയ വിചാരം വെച്ചിട്ട് പ്രചരണം നടത്തുക. ആ പ്രചരണം ഇവിടെ വില പോവില്ല. എൻ്റെ വാർഡിലെ 1-ാം വാർഡുകാർക്ക് വളരെയധികം ബോധ്യമാണ് ഞാൻ എന്താന്നുള്ളതും. എല്ലാവർക്കും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനങ്ങളെ എന്നെയും ഈ സ്ഥാനാർത്ഥിനും മുൻ മെമ്പറും ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് മുൻ മെമ്പറെ വിഷയങ്ങളൊന്ന് നല്ല രീതിയിൽ ഒരു വീഡിയോയിൽ കൊണ്ടുവരണം. മെമ്പർക്ക് ഒഴിവിനനുസരിച്ച് വീഡിയോയിൽ ഈ പ്രചാരണം സത്യമാണോ അല്ല എന്നുള്ള മെമ്പറും കൂടി കൂട്ടിയിട്ട് ഒരു ദിവസം വീഡിയോയിൽ കൊണ്ടുവരണം. ഓക്കെ. വേറൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എൻ്റെ എതിരായി മത്സരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ബ്ലോക്ക് മെമ്പറാണല്ലോ, വൈസ് പ്രസിഡന്റ് ബ്ലോക്കിൽ 5 വർഷം വൈസ് പ്രസിഡന്റ്. ഈ നാട്ടിൽ അയാൾ ഇട്ട ഒരു കല്ല്, ഒരു വികസനം നമുക്ക് ചൂണ്ടിക്കാണിക്കണം. അതാണ് ജനങ്ങൾ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ചോദിക്കുന്നത്. അതിനെന്താണ് അയാൾ മറുപടി പറയാൻ പറ്റുന്നത്? ഈ നാട് അയാളെ ബ്ലോക്ക് ഡിവിഷനിൽ പെട്ടതല്ലേ? നമ്മളെ ചോദ്യമാണ്. എൻ്റെ 1-ാം വാർഡ് പെട്ടതല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, അയാൾ തൊട്ടടുത്ത 2-ാം വാർഡിലെ പിന്നെ ഒരു ജനറൽ സീറ്റിൽ നിന്നാണ് അയാൾ വരുന്നത്. എന്തുകൊണ്ടാണ് അയാൾ അവിടെ മത്സരിക്കാത്തത് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ UDF അവിടെ ലീഗ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുമോ എന്ന നിലയിൽ അയാൾ നല്ല ശ്രമിച്ചിട്ടുണ്ട്.
UDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു പിന്നെ ഇപ്പുറത്തൊരു എതിരായിട്ടൊരു സ്ഥാനാർത്ഥിനെ കിട്ടാൻ വേണ്ടിയിട്ട് അയാള് നല്ല ശ്രമിക്കുക മാത്രമല്ല പിന്നെ ഇടതുപക്ഷത്തിന്റെ ആളുകളടക്കമായി സമീപിച്ച എല്ലാ രേഖയും ഇവിടെ ഉള്ളതല്ലേ. ഇതുമായി ബന്ധപ്പെടാത്തൊരു വിഷയം, അഥവാ നിങ്ങൾ വളവന്നൂർ പഞ്ചായത്ത് LDF സർക്കാർ LDF പിടിച്ചിട്ട് വരികയാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഒരു 6 മീറ്റർ റോഡ് വരുന്നുണ്ട്, അതങ്ങനാണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുമോ എന്നാണ് ചോദ്യം. അല്ല, ഈ നാട്ടിലെ എല്ലാ വികസനത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നമുക്കറിയാലോ, പെരുമണ്ണ പഞ്ചായത്ത് പറഞ്ഞോണ്ട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദേശീയപാത ഇവിടെ നടത്തിയത് ആദ്യം എന്തിനാ പറഞ്ഞത് നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കഴിയില്ല എന്നുള്ളത്. പക്ഷേ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, ജനങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ജനങ്ങളെ ഏത് കാര്യത്തിലും ബോധ്യപ്പെടുത്തിയ ആൾക്ക് റെഡിയാണ്. ഇപ്പൊ നമ്മൾ കുറുക്കോൾക്കുന്ന് കുറ്റിപ്പാല അങ്ങനെ കിടക്കില്ല, ആരെങ്കിലും ഫണ്ട് വെക്കാൻ പറ്റുമോ? നമ്മളെ ഫണ്ട് വെച്ച് അത് മാത്രമല്ല, രണ്ടാമത് ഇപ്പൊ അതിന്റെ ബാക്കിയുള്ള മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഫണ്ട് വെച്ചുകൊണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കൽപ്പകഞ്ചേരിക്കാരൻ ബാപ്പു എന്നാണ് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. കരാർ കൊടുത്തിട്ടുണ്ട്. ഈ കുറ്റിപ്പാല കുറുക്കോൾക്കുന്ന് റോഡ് തുടങ്ങി പിന്നെ 2 ഘട്ടമായിട്ട്, ഒന്ന് കുറുക്കോൾക്കുന്ന് തുടങ്ങി 15 ലക്ഷം. അതിനുശേഷം ഇവിടുന്ന് നമ്മുടെ ബീരാശ്ശേരിപ്പടിയിലെ നമ്മളെ ബൗണ്ടറി ഉണ്ടല്ലോ, ബൗണ്ടറി അവിടെ 30 ലക്ഷം റുപ്യ സ്പെഷ്യലായിട്ട് അതും വരുന്നു. മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ ഒന്ന് വന്ന് ടെൻഡറായി 15 ലക്ഷം ടെൻഡറായി കഴിഞ്ഞു. ഞാൻ പേരും കൂടി പറയാം, കൽപ്പകഞ്ചേരിയിലുള്ള ബാപ്പു എന്നാണ് കോൺട്രാക്ടറാണ് നിലവിലെ പഞ്ചായത്ത്. നിങ്ങൾക്ക് അടിച്ചാൽ തന്നെ സൈറ്റിൽ അടിച്ചാൽ തന്നെ അറിയാം. ഇതൊക്കെ നമ്മൾ ജിമ്മിക്ക് കാണിച്ചിട്ടോ അല്ലെങ്കിൽ വളരെ സംസാരിച്ച് അങ്ങനെ വീഴ്ത്തുന്ന ആ പണിയൊന്നുമില്ല. ജനങ്ങളടുത്ത് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ ഇവിടുത്തെ വികസനം തന്നെയാണ്. പിന്നെ അതേപോലെ കുടിവെള്ളത്തുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസമുള്ള ഒരു ഭാഗങ്ങളുണ്ട് ഇപ്പോഴും നമ്മൾ അപ്പാടൻ പ്രദേശത്ത്, അതേപോലെ ബീരാശ്ശേരിപ്പേട്ട കുറച്ച് ഭാഗത്ത് കൂടി അവിടേക്ക് അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ചെറിയ സംവിധാനം ചെയ്യാറുണ്ട്. ആ സ്ഥലം അത് സ്ഥിരമാക്കും, പൂർണ്ണമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ 19-ാം വാർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ നേരത്തെ ഉള്ളപ്പോഴത്തെ പാറപ്പുറം 2 കുടിവെള്ള പദ്ധതിയാണ്. പാറക്കൂട് കുടിവെള്ള പദ്ധതിയും പിന്നെ നമ്മളെ പാറപ്പുറം കുടിവെള്ള പദ്ധതി, 2 കുടിവെള്ള പദ്ധതി നിലവിലുണ്ട്. എന്തായാലും സത്യത്തിലേ ഒരു അയമുട്ട്യാശി നമുക്ക് വീണ്ടും വന്നു എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ നന്നായിട്ട് ഇടപെടും ഇൻഷാല്ലാ. എന്താ മീറുവാ, ഞാൻ പറയുന്നത് തെറ്റുണ്ടാ? കാരണം എന്താ പറയുക, ഈ റോഡ് ഇപ്പൊ ഈ നിൽക്കണ ഈ റോഡ് അയമുട്ട്യാശി ഇടപെടൽ പണ്ട് നമുക്കറിയാലോ കമതാക്ക, നമുക്ക് അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ ഈ നിൽക്കുന്ന റോഡ് നമുക്കറിയാം. അതേപോലത്തെ ജനങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങള് കള്ളപ്രചരണം നടത്തിയിട്ടല്ല ഇതിന് വോട്ട് ചോദിക്കാൻ നടക്കേണ്ടത്. ഞങ്ങൾ വികസനം ചെയ്യും, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് ഇൻഷാ അല്ലാ. അല്ലാതെ ഞങ്ങൾ എന്താണ് ചെയ്യുക, വാക്ക് സാമർത്ഥ്യത്തിലൂടെ അല്ല ജയിക്കുന്നത്. ഇൻഷാ അല്ലാ എന്തായാലും ജയിച്ചു വരട്ടെ. ജാവകാക്ക് എന്തായാലും നല്ല രീതിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിച്ചോട്ടെ. 1-ാം വാർഡിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കും വികസനത്തിന്റെ. ഗ്രാമസഭയിൽ വെച്ച് ഞങ്ങൾ വികസനത്തിന്റെ ഈ 1-ാം വാർഡിക്ക് വേണ്ടിയിട്ട് അത് ഗ്രാമസഭയിൽ വെച്ച് ഈ ജനങ്ങളെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ചെയ്യുന്നുള്ളതാണ്.